കടലുണ്ടിപ്പുഴയിലൂടെ ഒഴുകുന്ന ഓളങ്ങളെക്കാൾ ശാന്തമായ മനസ്സുള്ള ഒരു കുടുംബമുണ്ട് മലപ്പുറം ജില്ലയിലെ പാണക്കാട് എന്ന ഗ്രാമത്തിൽ. കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദന്മാരാണ് അവർ. കേരളത്തിൻ്റെ സാമുദായിക ഐക്യം നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആ കുടുംബത്തിലെ നോമ്പ് വിശേഷങ്ങളാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് ചർച്ച ചെയ്യുന്നത്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലാണുള്ളത്. ഈ പുണ്യ റമദാനിൽ ഈ കൊടപ്പനക്കൽ തറവാട്ടിലെ നോമ്പുകാല ഓർമ്മകൾ പങ്കുവെക്കാൻ ഈ തറവാടിൻ്റെ ഇന്നത്തെ നട്ടലായിട്ടുള്ള പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങളാണ് ഒപ്പമുള്ളത്. തങ്ങളോട് തന്നെ ചോദിക്കാം. ആദ്യം തങ്ങൾ ഈ നോമ്പ് ഓർമ്മകളിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങോട്ട് വരുമ്പം കണ്ടൊരു കാഴ്ചയാണ്. കൃഷ്ണേട്ടൻ പുലാമന്തോൾ സ്വദേശിയാണെന്ന് അദ്ദേഹം പറഞ്ഞു പരിചയപ്പെട്ടപ്പോൾ. ഈ നാനാജാതി മതസ്ഥരായ ആളുകൾ പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിൽ വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഒരു ആശ്രയ കേന്ദ്രമാണ് കൊടപ്പനക്കൽ തറവാട്. എങ്ങനെയാണ് ഇവരൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്? അല്ല, ഇതാണ് ഞങ്ങൾ ശീലിച്ചു പോകുന്നത്. ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ ശീലിച്ചു പോകുന്നതും ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഇപ്പോൾ കൃഷ്ണേട്ടന് പൂക്കോയത്തിനോട് കാലം മുതൽ ഇവിടെ സ്ഥിരമായി വരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹം അത് ഇപ്പോഴും ഈ ഒരു തലമുറയിൽപ്പെട്ട ഞങ്ങളോടുണ്ട്. അതൊരു വലിയ ഒരു തുല്യമായ സ്നേഹം കൂടിയാണ്. അപ്പോൾ പൂക്കോയത്തങ്ങളെ സമയത്ത് അദ്ദേഹത്തിന് തൊഴിൽ ആശാരിപ്പണിയാണ്. അപ്പോൾ പൂക്കോയത്തങ്ങളാണ് ഇനി കുറ്റിയടിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാ വീട് നിർമ്മാണ വേളയിലും കുറ്റിയടിക്കുന്ന വേളയിൽ അദ്ദേഹത്തെയാണ് ആളുകൾ വിളിക്കാറ്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹം കൊടുത്ത് പൂക്കോയത്തങ്ങളെ വിട്ടതിന് ശേഷം പിന്നീട് ഈ കുടുംബവുമായി അഭേദ്യമായ എല്ലാ ചൊവ്വാഴ്ചയും അദ്ദേഹം പാണക്കാട് എല്ലാ വീടുകളിലും വന്ന് സന്ദർശിക്കാറുണ്ട്. അപ്പം ഇവിടെ ഈ കൃഷ്ണേട്ടൻ മാത്രമല്ല, നിരവധി ആളുകൾ വീട്ടിലേക്ക് ഞങ്ങൾ പൂക്കോയത്തങ്ങളും ശിഹാബ് തങ്ങളെയാണ് പിതാവുള്ള സമയത്തൊക്കെ ഇവിടെ കടന്നു വരാറുണ്ട്. അപ്പോൾ പ്രയാസങ്ങളെല്ലാം ഒന്നാണ്. പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും അവിടെ മതമല്ല. അവിടെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അന്ന് ആ സമയത്തൊക്കെ ഇവിടെ വന്ന് ഞങ്ങളോടും അല്ലെങ്കിൽ പൂർവികരുടെ ആളുകളൊക്കെ പറയുമ്പോൾ അതിനൊരു ആശ്വാസം അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ഞങ്ങളുടെ പ്രത്യേകതയല്ല. ആ ഒരു വിശ്വാസത അവർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാറ് അവരുടെ പ്രയാസങ്ങൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യരായി നമ്മളെല്ലാവരും കാണാനും പരിഗണിക്കാനും സാധിക്കുക എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റി നമ്മൾ കാണേണ്ടതുണ്ട്. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ ഇന്നും ഇപ്പോൾ വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഓണക്കാഴ്ചയുമായി ഇവിടെ വരാറുണ്ട്. പല വിഭവസമൃദ്ധമായ ഫുഡുകളും ഒക്കെ ആയിട്ട്, പിന്നെ പായസങ്ങൾ, വാഴക്കൊല, ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു വലിയ ഒരു സന്തോഷമാണ്, ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഒരു പാരസ്പര്യ ബോധം കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി നാം നിലനിർത്തി പോകുന്നത്. ഇന്നും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു. ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് നോമ്പുകാലമാണ്, വ്രതാനുഷ്ഠാനത്തിലാണ് ഞങ്ങളടക്കമുള്ള എല്ലാവരും വിശ്വാസികളെല്ലാം ഉള്ളത്. അപ്പോൾ ഈ നോമ്പ് കാലമായിട്ട് ബന്ധപ്പെട്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഒരുപാട് ഓർമ്മകളുണ്ടാവും. ഒന്ന് ബാല്യം മുതലേയുള്ള ഓർമ്മകളുണ്ടാവും, പിന്നെ അങ്ങയുടെ അഭിമന്യ പിതാവ് ഉൾപ്പെടെ ഉള്ള കാലഘട്ടത്തിലെ ഓർമ്മകളുണ്ടാവും. അപ്പോൾ ആ ഓർമ്മകൾ എന്തൊക്കെയാണ്? നോമ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഓർമ്മകളെന്ന്? പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പകാലത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടി നോമ്പ് നിർബന്ധമില്ലാത്ത കാലഘട്ടം. അന്ന് നോമ്പ് എടുപ്പിക്കാൻ താത്താരും അതുപോലെ ഉമ്മമാരൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. അപ്പോൾ ഉച്ചവരെ എടുത്താൽ മതി. അങ്ങനെ ഉച്ചവരെ എടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ എടുക്കും. അങ്ങനെ അവസാനത്തേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ആദ്യമായി നോമ്പെടുക്കുന്ന സമയത്ത് അന്ന് ഒരു വലിയ രാജാവായിരുന്നു. കാരണം
അന്ന് നോമ്പ് പറ്റാൻ അന്ന് നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പോൾ നല്ല സ്നേഹവും ക്ഷീണമുണ്ടോ എന്ന് ചോദിച്ച്, അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കണമെന്നൊക്കെ ഞങ്ങൾ അറിയാതെ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ നോമ്പ് തുറന്നാൽ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളെ അതിങ്ങനെ ആ വൈകുന്നേരമാക്കാൻ അവർ കാണിക്കുന്ന ഒരു സുഷ്കാന്തി ഉണ്ട്. ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മാത്രമല്ല ഞങ്ങളൊക്കെ നോമ്പ് കാലത്ത് പിന്നെ അന്ന് നോമ്പ് കാലം അവധിക്കാലമായിരുന്നു. ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലാണ് അധികം നോമ്പ് കാലം ചിലവഴിക്കാറ്, കൊയിലാണ്ടിയിൽ. അപ്പോൾ അന്ന് അമ്മമാരുടെ കൈയൊക്കെ പിടിച്ച് പള്ളിയിൽ പോകുന്ന കാലം ഓർമ്മയുണ്ട്. അപ്പോൾ ഒന്ന് നോമ്പ് നോക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ബീച്ചിലൊക്കെ കൊണ്ടുപോകും. അങ്ങനെ വൈകുന്നേരം അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കുട്ടികളെല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അത് അപ്പോൾ നമ്മൾ തമ്മിൽ മനസ്സിലാണ് ഞാൻ എത്ര നോമ്പെടുത്തു, എത്ര ആ ഒരു മത്സര ബുദ്ധിയോട് കൂടി പോകുമ്പോൾ തീർച്ചയായും അത് ഒരു ശീലമായി മാറാൻ സാധിക്കുന്നില്ല. അപ്പം ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ ഇപ്പോൾ സ്കൂൾ ആ സമയത്ത് പിന്നീട് വലിയ കുട്ടികളായപ്പോൾ പിന്നെ അതിൻ്റേതായ ആ ഒരു ഫീലിംഗ് പിന്നെ നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് അന്ന് ഒരു നമ്മുടെ ഈ കൾച്ചർ ഒരു ശീലം കൊണ്ടുവരാൻ വേണ്ടിയാണ്. പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോഴാണ് അതൊരു ആത്മീയതയിലേക്ക് നമ്മുടെ നോമ്പ് അത് ആത്മീയതയാണെന്നും അതിൻ്റെ ആവശ്യകത എന്താ, നോമ്പിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ഞങ്ങൾ പിന്നീടാണ് പഠിക്കുന്നത്. അപ്പോൾ നോമ്പ് ആദ്യത്തെ കുട്ടികളായിരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അത് തീർച്ചയായും അതൊരു ഭൗതികപരമായി എങ്ങനെ അത് പാകപ്പെടുത്തിയെടുക്കും എന്നതിനെക്കുറിച്ചിട്ടുള്ള അതാണ് ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾക്കുള്ളൊരു ചെറിയ ഓർമ്മകൾ. ഞാൻ തങ്ങളുടെ ഉമ്മയെക്കുറിച്ച് എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഉമ്മ വളരെ രുചികരമായ വിഭവങ്ങൾ നൽകുമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ നോൻപ് കാലമാകുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്ന ഒരാൾ ഉമ്മ തന്നെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മ ഉണ്ടാക്കി തരുന്ന ആ വിഭവങ്ങൾ കാര്യങ്ങൾ ഒപ്പം തന്നെ ഉമ്മയുടെ കൂടെയുള്ള നോമ്പ് കാലം എങ്ങനെയാണ്? അല്ല, ഉമ്മ ആണ് സത്യത്തിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ വീടിൻ്റെ ഹൃദയം ഉമ്മയായിരുന്നു. അപ്പം ഉമ്മയുടെ നിർബന്ധം ബുദ്ധി നല്ല ഭക്ഷണം എപ്പോൾ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ഉമ്മക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടായിരുന്നു. ഉമ്മയുടെ ആ ഭക്ഷണത്തിൻ്റെ രുചി പിന്നീട് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നോമ്പ് കാലത്ത് പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, വാപ്പാക്ക് ചിലപ്പോൾ ഒരു വിഭവം ഇഷ്ടമുണ്ടാവും, അത് തയ്യാറാക്കാൻ ഉമ്മ മുമ്പന്തിയിലുണ്ടാവും. കുട്ടികൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് താല്പര്യമുള്ള വിഭവം എന്താണോ അതും പാകം ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ അപ്പം ഉമ്മയുടെ ഒരു പല സ്പെഷ്യൽ പിന്നെ കൊയിലാണ്ടിയിൽ സൈഡുള്ള കോഴി സൂപ്പും ആട്ടും സൂപ്പും, അതുപോലെ കോഴി നിറച്ചത്, പിന്നെ ഈ ആട്ടിൻ്റെ തല, പിന്നെ പഴത്തിൻ്റെ ഒരു വിഭവമുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലും ഇപ്പോൾ വാപ്പാക്ക് ഇഷ്ടം ഈ നാടൻ വിഭവങ്ങളാണ്. ഈ പഴം പച്ചപ്പഴമുണ്ട്, പച്ചപ്പഴം വിറകിയൊരു സാധനം, അതിലേക്ക് പിന്നെ മീൻ മുളകിട്ടൊക്കെ ഒഴിച്ചത് വാപ്പ പിന്നെ നോമ്പ് കാലത്ത് കറിയായിട്ട് അതിലേക്ക് അതൊരു വിഭവമായിട്ട് ഉപയോഗിക്കും. മാത്രമല്ല പിന്നെ ഈ ചില സമയത്ത് ഈ ചീരാക്കഞ്ഞി പോലുള്ള സാധനം അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ചൊക്കെയുള്ള വിഭവങ്ങൾ ഉമ്മ പിന്നെ ഉണ്ടാക്കാൻ ഉമ്മക്ക് താല്പര്യമായിരുന്നു. അതിൽ ഉമ്മ അതിരുചികരമായി പാകം ചെയ്യാൻ ഉമ്മക്ക് അറിയാമായിരുന്നു. ഈ പൊതുവെ പാണക്കാട് കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കുടപ്പനയ്ക്കൽ തറവാട്ടിലെ സയ്യിദന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, സാഹിത്യപരമായിട്ട് പറയുന്നത്, കടലുണ്ടിപ്പുഴയുടെ ഓളങ്ങളെക്കാൾ ശാന്തമായ മനസ്സുള്ള ആളുകൾ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കടലുണ്ടിപ്പുഴ എന്ന് പറയുന്നത് തങ്ങൾ ഇവിടെ ചെറുപ്പകാലം ചെലവഴിച്ച ആ കടലുണ്ടിപ്പുഴ പാണക്കാട് എന്ന് പറയുന്ന ഗ്രാമം, ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞത്? ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ പുഴയിൽ നിന്ന് കയറാറില്ല. കാരണം ഈ വീടിൻ്റെ നേർ പിൻവശത്താണ് കടലുണ്ടിപ്പുഴ. അന്ന് ഞങ്ങൾക്കൊന്നും കടലുണ്ടിപ്പുഴ എന്നുള്ള പേരൊന്നും അറിയില്ല. വലുതായപ്പോഴാണ് അതിന് ഇങ്ങനെ കടലുണ്ടിപ്പുഴയാണെന്നൊക്കെ അറിയാൻ തുടങ്ങിയത്. അന്ന് വെള്ളം ഇല്ലാത്ത സമയത്ത് നമ്മൾ മുഴുവൻ സമയം നമ്മുടെ കളിക്കളം ഈ പുഴയാണ്. സ്കൂൾ വിട്ട് വന്ന നേരെ ഈ അവിടെ കടവുണ്ട്, ആ കടലിലേക്ക് ഇറങ്ങി അവിടെ ഫുട്ബോളും അതുപോലെ മറ്റു കളികളൊക്കെ കുട്ടികളെല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഒരുപാട് ഒരു സൗഹൃദത്തിൻ്റെ ബുദ്ധിമുട്ട്, അയൽവാസികളെ കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവും. മാത്രമല്ല ഈ വെള്ളം കുറച്ചുണ്ടാകുന്ന സമയത്ത്
അപ്പോൾ വാപ്പക്ക് ഇഷ്ടം പുഴയിൽ കുളിക്കാനാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വാപ്പയുടെ കൂടെ പുഴയിലേക്ക് പോകും. വാപ്പ ഞങ്ങൾക്ക് നീന്തം പഠിപ്പിച്ചു തന്നത് വാപ്പയാണ്, ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരിമാർക്കൊക്കെ ജ്യേഷ്ഠനൊക്കെ. അങ്ങനെ വാപ്പ ഞങ്ങളെ അന്ന് പോകുമ്പോൾ ചകിരിയൊക്കെ എടുത്തിട്ടാണ് പോവുക. അപ്പോൾ അതുപോലെ അന്ന് ഒരു ഓർഗാനിക് തുളസിയുടെ ഇല, അതുപോലെ ഒന്ന് പല്ല് തേക്കാൻ ചിലപ്പം ഈ മാവിൻ്റെ ഇലയൊക്കെ ഉപയോഗിച്ചിട്ട് പാപ്പ പല്ല് തേക്കും. അപ്പോൾ അതൊക്കെ ഔഷധമാണ്, പല്ല് ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കൊണ്ടുപോയി ഞങ്ങളെ കുളിപ്പിക്കുകയും നീന്തം പഠിപ്പിക്കുകയൊക്കെ ചെയ്ത ആ ഓർമ്മകൾ കടണ്ടിപ്പുഴ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഒരു വലിയ ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു ഓർമ്മകളാണ്. അപ്പം മാവിൻ്റെ കാലം വരുമ്പോൾ ഞങ്ങൾ കാറ്റടിക്കുമ്പോൾ മാങ്ങ വീഴുന്നു കാത്ത് അവിടെ ഇരിക്കുന്നതും ഈ പുഴ ഞങ്ങളുടെ ജീവിതത്തിലൊരു അഭേദ്യമായ ബന്ധം ഞങ്ങൾ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ശിഹാബ് തങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ ഒന്ന് മാങ്കോസ്റ്റിൻ ഉണ്ട്, ഇവിടെ തന്നെയുണ്ട്. നിരവധി സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിൽ താല്പര്യനായ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, അതിലുപരി സാമുദായിക നേതാവാണ്, ആത്മീയാചാര്യനാണ്. ഇതിലൊക്കെ ഉപരി ഒരു പരിസ്ഥിതി സ്നേഹിയും കൂടിയായിരുന്നു. വാപ്പയുടെ എന്തെങ്കിലും പരിസ്ഥിതി സ്നേഹം മകനിലേക്ക് പകർന്നിട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് വാപ്പയുടെ ആ പരിസ്ഥിതി സ്നേഹത്തെ വിലയിരുത്തുന്നത്? വാപ്പ പ്രകൃതിയെ വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഈ ഞങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ഏറ്റവും സൂക്ഷിക്കാറ്, എല്ലാ ദിവസവും അദ്ദേഹം ശ്രദ്ധിക്കാറ്. വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കാൾ വീട്ടിന് പുറത്തുള്ള ചെടികളാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന ആളുകളില്ലെങ്കിൽ നേരെ പൂന്തോട്ടത്തിലേക്ക് പോവുക. അപ്പോൾ അവിടെയുള്ള ഓരോ ചെടികളെക്കുറിച്ച് അതിൻ്റെ വളർച്ചയും അത് പൂവിട്ടിട്ടുണ്ടോ, അപ്പോൾ ഈ ബോൺസായി പോലുള്ള ചെടികൾ വാപ്പ ഇഷ്ടമായിരുന്നു. അപ്പോൾ ബോൺസായി വാങ്ങിക്കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും അധികം ഒരു ചെറിയ കത്രികയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വാടിയ ചെടിയുടെ ഇലകളും പിന്നെ തണ്ടുകളൊക്കെ അദ്ദേഹത്തിന് മുറിച്ച് മാറ്റും. പിന്നെ ഒരു പൂക്കൾ വിരിയുമ്പോൾ എല്ലാവരും വിളിച്ചിട്ട് പിന്നെ പൂക്കൾ വിരിയുന്നത് കാണിച്ചു തരും, അല്ലെങ്കിൽ വിരിഞ്ഞത് കാണിച്ചു തരും. പിന്നെ ആ പ്രകൃതി സ്നേഹം എപ്പോഴും. അപ്പം ആരുടെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ അന്ന് തോട്ടം നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് ആദ്യം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതിനേക്കാളും പിന്നെ ആ ചെടികളെക്കുറിച്ച് ഇപ്പം ഒരുപാട് ഇപ്പം ദൂരത്തൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ചെടികൾ കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുവരും. അപ്പോൾ അത് രാവിലെ അത് കുഴിച്ചിടണം, അത് കുഴിച്ചിട്ട് അത് സ്ഥലം വാപ്പനെ പോയി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് പിന്നെ വളർന്ന് പച്ച പിടിക്കുന്ന വരെയുള്ള ആ ഒരു തലോടൽ ചെടികൾക്കും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള. മറ്റൊന്ന് ഈ റമദാനിൽ ഞാൻ അറിഞ്ഞൊരു കാര്യം, പാണക്കാട് കുടുംബാംഗങ്ങൾ എല്ലാവരും സംഗമിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ അത് കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഷീർലി തങ്ങളുടെ മകൻ്റെ ഹാഫിളായ ഒരു ചടങ്ങൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പം അത്തരം ഒരു ചടങ്ങുകൾ കുടുംബം പരസ്പരം ഒരുമിക്കുന്ന, പ്രത്യേകിച്ച് എല്ലാവരും തിരക്കുള്ള ആളുകളാണ്, അത് റമദാനിൽ മാത്രമാണ് ഉണ്ടാവാറില്ല, അല്ലാതെയും സംഭവിക്കാറ്. സത്യത്തിൽ ഞങ്ങൾക്ക് റമദാനാണ് കുറച്ചും കൂടി ഒഴിവ് ദിവസങ്ങൾ ഉണ്ടാവുക. മറ്റുള്ളൊക്കെ എല്ലാവർക്കും പരിപാടികളും ഒരുപാട് തിരക്കുകളായിരിക്കും. റമദാൻ മാസം വരുമ്പോൾ ഏറെക്കുറെ എല്ലാവരും കുറച്ച് ഫ്രീ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഞങ്ങളൊക്കെ ഒത്തുകൂടൽ ഒരു പക്ഷേ ഇങ്ങനെ റമദാൻ മാസത്തിൽ ഓരോ വീടുകളിൽ ഇപ്പം വാപ്പ ഉണ്ടാകുന്ന സമയത്ത് വാപ്പ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരന്മാരൊക്കെ വിളിക്കും. അങ്ങനെ ഒരുമിച്ച് കൂടും. അല്ലെങ്കിൽ വാപ്പാൻ്റെ വീട്ടിലെല്ലാവരും കൂടും. അപ്പം അങ്ങനെ ഇപ്പോൾ ഇന്നലെ ബഷീർ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും വന്നു, അവിടെ ഒരുമിച്ച് കൂടി. അപ്പം പ്രത്യേകിച്ച് നോമ്പ് മാസത്തിലാണ് ഞങ്ങൾ കൂടുതൽ കാണാറും ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ള അവസരം കിട്ടാറ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പള്ളികളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും എല്ലാവരും അധികം സമയത്തുണ്ടാവും പരിപാടികളില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ളൊരു സാഹചര്യങ്ങളാണ് നോമ്പ് നമുക്ക് നൽകുന്നത്. മറ്റൊന്ന് ഈ നോമ്പ് കാലമായിട്ട് ബന്ധപ്പെട്ട് പാണക്കാട് പള്ളി
അത് നമ്മൾ എന്തായാലും പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് രാത്രി നമസ്കാരം കാര്യങ്ങൾ, തറാവീഹ് അടക്കമുള്ള രാത്രി നമസ്കാരങ്ങളുണ്ട്. ഈ കൃത്യമായി നോമ്പുകാലത്ത് പണക്കടപ്പള്ളിയിലെത്താൻ സാധിക്കാറുണ്ടോ? എങ്ങനെ ഈ തറാവീഹ് ഉൾപ്പെടെയുള്ള നിസ്കാരങ്ങൾ ഈ നാട്ടിൽ വെച്ചിട്ട് നിർവഹിക്കാൻ പറ്റാറുണ്ടോ? ഇല്ല, നാട്ടിലുണ്ടെങ്കിൽ എങ്ങനെയായാലും പണക്കട പള്ളിയിലേക്ക് എത്താൻ ശ്രമിക്കും. കാരണം അവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും കാണാൻ കഴിയുന്നൊരു സമയം കൂടിയാണ്. നാട്ടുകാരെ കാണാനും കുടുംബക്കാരെ കാണാനുള്ളൊരു അവസരം കൂടിയാണ്. പിന്നെ ഈ വൈകുന്നേരത്തെ പ്രത്യേകിച്ച് തറാവീഹ് നമസ്കാരത്തിൽ ഇപ്പോൾ നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലെ തുറക്കാലം ചിലപ്പോൾ പുറത്താണെങ്കിലും മാക്സിമം തറാവീഹ്ക്ക് ഇവിടെ തന്നെ എല്ലാവരും എത്തും. ഇവിടെ എത്തി ഞങ്ങൾ തറാവീഹ് കഴിഞ്ഞ് അവിടെ പിന്നെ കബറിടങ്ങളിലൊക്കെ സിയാറത്ത് ചെയ്ത് ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പിരിയാറ്. തറാവീഹ് നമസ്കാരം നമ്മൾ ഇവിടെ എത്തുന്നത് ഒഴിവാക്കാറില്ല. ഞങ്ങളിപ്പം നമ്മൾ നേരത്തെ കുട്ടിക്കാലത്തെ നോമ്പ് കാലത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ തിരക്കുകളിലേക്ക് വന്നു. പ്രത്യേകിച്ച് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അതിലുപരി ആത്മീയപരമായ ഒരുപാട് തിരക്കുകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ നോമ്പ് കാലം എങ്ങനെയാണ്? ഇപ്പോൾ നോമ്പ് കാലം എപ്പോഴും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പം ഒന്നുകൂടി ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിലായി. അപ്പോൾ നോമ്പ് കാലത്തും ആ അർത്ഥത്തിൽ എല്ലാ സംഘടനകൾ അതുപോലെ മറ്റ് പ്രാസ്ഥാനികമായ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അപ്പം പ്രത്യേകിച്ചും നോമ്പ് കാലത്ത് അത്തരത്തിലുള്ള സൗഹൃദ വേദികളിൽ അപ്പോൾ മുസ്ലിം സംഘടനകൾ നടത്തുന്ന ഇഫ്താറുകൾ, അതുപോലെ മറ്റിതര പ്രസ്ഥാനങ്ങളും മറ്റ് വ്യവസായികളൊക്കെ നടത്തുന്ന കുറച്ചുകൂടി ഒഫീഷ്യലായി ഞങ്ങളുടെ ഒരു ലൈഫ് മാറി എന്നതാണ്. അപ്പോൾ മാക്സിമം കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കാൻ നോക്കും. അത് കഴിഞ്ഞുള്ള സമയം ഇത്തരത്തിലുള്ള ഇപ്പം ഇഫ്താറുകൾ മാത്രമല്ല, ഇപ്പോൾ പല റിലീഫ് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ CH സെൻറ്റർ പോലുള്ള ജീവകാരുണ്യ പദ്ധതികളുണ്ട്. അതുപോലെ മറ്റ് പ്രാദേശികമായി നടത്തുന്ന ഒരുപാട് റിലീഫുകൾ നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. മാത്രമല്ല ചില മതപ്രഭാഷണ വേദികളിലും അവിടെ പോയി ഞങ്ങൾ സംസാരിക്കേണ്ടി വരും. അപ്പം ആ രീതിയിൽ മൊത്തം ഒരു ഔപചാരികത കൂടി എന്നുള്ളതാണ് ഈ സമയത്ത് അതിൻ്റെ ഒരു വ്യത്യസ്തമാകുന്നത് പഴയ കാലത്തേക്കാൾ. മറ്റൊന്ന്, ഈ റംസാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ മുസ്ലിം ലീഗ് നടത്തുന്ന റിലീഫ് പ്രവർത്തനങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗാണ്. ഇതിനെങ്ങനെയാണ് നേതൃപരമായ പങ്ക് വഹിക്കാൻ സാധിക്കുന്നത്? മാത്രമല്ല റംസാൻ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നേരിട്ടുള്ള ഏകോപനം എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? അല്ല, ഈ ഒരു സമയത്ത് മുസ്ലിം ലീഗിൻ്റെ പാർട്ടി നേതൃത്വം ഇങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ, സാധാരണ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകാറ്. അപ്പോൾ റമദാൻ മാസത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. അപ്പോൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി ഭക്ഷണ കിറ്റുകളും അല്ലാതെയും ഒക്കെയുള്ള സഹായങ്ങൾ, എവിടെയാണ് പ്രയാസപ്പെടുന്നവർ അവരുടെ പ്രയാസങ്ങൾ നീക്കാൻ നമ്മുടെ പാർട്ടി മിഷനറി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ ഏകോപിപ്പിക്കാനുള്ള ഒരുപാട് നീക്കങ്ങൾ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി നമുക്കുണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ അത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നികത്താൻ ഞങ്ങളുടെ പാർട്ടി കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന സമയത്തെല്ലാം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഇവിടെ വരുന്ന ആളുകളിൽ പിന്നെ സാധാരണക്കാരുണ്ട്, അതിന് ഏറ്റവും അവശരായ ആളുകളുണ്ട്, സമ്പന്നർ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും ഒരുപോലെയാണ് പരിഗണിക്കുന്നത്. സാധാരണ പലയിടത്തും ഇങ്ങനെ കണ്ടിട്ടില്ല. അതൊരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയിട്ട് എങ്ങനെ സാധിക്കും? അല്ല, അത് ഞങ്ങൾ പൂർവികരെ കാണിച്ചെന്ന മാതൃകയാണ്. ഇവിടെ വരുന്നവർ ഒക്കെ മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യരെ വേർതിരിച്ച് കാണാൻ ആരും ശ്രമിക്കരുത്. കാരണം മനുഷ്യ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ
വേറെ ഭൗതിക കാര്യങ്ങളൊന്നും അവരെ വ്യത്യസ്തരാക്കുന്നില്ല. സമൂഹത്തിൽ ഒരു ഡിഗ്നിറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു വീടാണ്. ഈ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആതിഥേയരായി എല്ലാവരും ഒരുമിച്ച് പരിഗണിക്കേണ്ടതുണ്ട്. ആ ഒരു ശീലം ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ പിതാവൊക്കെ അതിൽ വലിയ കണിശമായിരുന്നു. അപ്പോൾ ആര് വന്നാലും ചായ കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തെ ദേഷ്യം പിടിച്ച സമയം എന്ന് പറയുന്നത് ഏത് സാധാരണക്കാരൻ വന്നാലും അവർക്ക് കൃത്യമായ ഒരു ആദ്യത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ, അവർക്ക് ചായ കൊടുത്തിട്ടില്ലെങ്കിൽ ആ സമയത്താണ് അദ്ദേഹം ദേഷ്യപ്പെടാറ്. ഈ അലവിക്ക ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അലവിക്കയുടെ ഒരു ചരിത്രം കൂടി ഉണ്ടല്ലോ ശരിക്കും. അതും ഒന്ന് അലവിക്ക അദ്ദേഹം ഒരുപാട് പതിറ്റാണ്ടുകൾ കാലമായിട്ട് ഇവിടുത്തെ ഒരു ബാബയുടെ സഹചാരി എന്ന് പറയാം. ഇവിടെ വരുന്നവർക്ക് ഇദ്ദേഹം ചായ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമല്ല, ഇവിടുത്തെ ഒരു ആത്മാവ് കൂടിയായിരുന്നു. ഇവിടെ വരുന്നവർക്ക് വാപ്പയില്ലെങ്കിലും വാപ്പയെ കണ്ട പ്രതീതി, അതായത് അതിനുള്ള കൃത്യമായ മറുപടി കൊടുക്കാനും, വാപ്പ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ആരൊക്കെ വന്നു എന്നുള്ളത് വാപ്പനെ പോയി ബോധ്യപ്പെടുത്താനൊക്കെ അലവിക്കാക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഐശ്വര്യം കൂടിയായിരുന്നു. കാരണം അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ധൈര്യം, ഞങ്ങൾ ഇവിടെ വീട് വിട്ടു പോകുന്ന വാപ്പാക്കും അലവി ഉണ്ടെങ്കിൽ ഇവിടെ ഫോൺ എടുക്കാനും വിവരങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാനൊക്കെ അലവിക്കാക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതൊരു ഹൃദയപരമായ ബന്ധമാണ് അദ്ദേഹമായി നമുക്കുണ്ടായിരുന്നത്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് എന്തായാലും നമ്മൾ നോൻപ് വിശേഷങ്ങൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പെരുന്നാൾ വിശേഷം. എങ്ങനെയാണ് പൊതുവെ പാണക്കാട് പെരുന്നാൾ ആഘോഷം? തറവാട്ടിലെല്ലാവരും ഒരുമിച്ചാണോ? ഏതൊക്കെ രീതിയിലാണ്? അല്ല കോഴിക്കോട് പോയിട്ടാണ്? എങ്ങനെയാണ് പെരുന്നാൾ? ഞങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് ഇവിടെ നമസ്കാരം നിർവഹിക്കുന്നതിന് ശേഷം ഓരോ കുടുംബ വീട്ടിലും ഞങ്ങൾ കയറും. അപ്പം അന്ന് എല്ലാ കുടുംബ വീടുകളിലും നമ്മൾ സന്ദർശിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ പള്ളിയിൽ തുടങ്ങി ഇങ്ങനെ ശബ്ദങ്ങളുടെ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിന് തുടങ്ങി, പിന്നെ സാദിഖ് തങ്ങൾ, അബ്ബാസ് തങ്ങൾ, റഷീദ് അലി തങ്ങൾ, ബഷീർ തങ്ങൾ, ഹമീദ് തങ്ങൾ, അങ്ങനെ തറവാട്ടിൽ ഇവിടെയും വരും. അപ്പം അങ്ങനെ ഒരു റൊട്ടീൻ. അപ്പോൾ അന്ന് എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലും വിഭവങ്ങളുണ്ടാവും. അവസാനം എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടാവും. ആ ഭക്ഷണത്തിന് ഒരുമിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. അന്ന് കുടുംബത്തിൽ മാത്രമല്ല, നാട്ടുകാരും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നാട്ടുകാർക്കും കുടുംബത്തിനൊക്കെ നമുക്ക് കാണാനും സംസാരിക്കാനും കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഒരു പെരുന്നാൾ ദിവസം. എന്തായാലും ക്ഷമയും അതുപോലെ സഹവർത്തിത്വവും ഐക്യവും ഒക്കെയാണ് റമദാനും പെരുന്നാളുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് പാണക്കാട് കുടുംബവും മലയാളി സമൂഹത്തെ, ഈ ലോകത്തെ ഒന്നാകെ പഠിപ്പിക്കുന്നത്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നും സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾക്കൊപ്പം, ഒപ്പം തന്നെ ക്യാമറ പേഴ്സൺ സജി തറയിലുമൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.